നിങ്ങളെ രണ്ടുപേരെ വെച്ച് ഷോ തുടങ്ങാൻ പറ്റില്ലല്ലോ. വേണമെങ്കിൽ ഒരാളൂടെ പറ്റും. വേണം. പറ്റില്ല അല്ല മനോ. വേണമെങ്കിൽ പറ്റൂടാ. പക്ഷെ നമുക്ക് ഈ ഒരു സീറ്റ് ഉള്ള ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്ഥിതിക്ക് അതെ, അവിടെ ഒരാളിനെ കിട്ടിയാൽ നല്ല സന്തോഷം. ഒരാളിനെ നമുക്ക് നല്ല മനുഷ്യനാണ്. കാരണം മനോജേട്ടൻ വന്ന് ഭയങ്കര തകർത്ത് പോയി. അതെ 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 അതെ. കുറെ സന്തോഷം. അതുപോലെ ഒരാളെയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ആരാ വരാൻ പോയെന്ന് അറിയണ്ടേ? പിന്നെ തീർച്ചയായിട്ടും തെന്നിന്ത്യൻ സംഗീത ലോകത്തെ ഒരു സംഗീത വിദ്വാൻ, ആഹാഹാ. ഓ സിംഗറാണ്, കമ്പോസറാണ്, ഓ. ഓർക്കസ്ട്ര, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന എല്ലാ ഇൻസ്ട്രുമെന്റ്സും വായിക്കാൻ അറിയുന്ന ഒരാളാണ്. ഇപ്പൊ പിടി ആ, കിട്ടില്ല. മനസ്സിലായോ? ആ, ഇനി ഇപ്പൊ ഒരുപാട് ഇൻട്രൊഡക്ഷൻ വേണോ? കാരണം അതിന്റെ ശരത് ആവശ്യം അങ്ങനെ സാറിന് ഒരേ ഒരാളെ ഉള്ളൂ. അങ്ങനെ ഒരു മനുഷ്യനെ ഉള്ളൂ നമുക്കറിയാം. ഒരേ ഒരാളെ ഉള്ളൂന്ന്. ശരത് സാറിനും മഞ്ജരി ചേച്ചിക്കും എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നമ്മുടെ ശ്രീറാം സാർ, പാലക്കാട് ശ്രീറാം സാറിനെ ഞാൻ ഒരുപാട് സ്നേഹത്തോടെ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം ശ്രീരാമ. നമസ്കാരം സർ, വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ അങ്ങനെ വേണം വേണം പറയാൻ പറയാൻ. അല്ലേ? സൂപ്പർ സ്റ്റാറിന്റെ ഈ ഒരു ഫ്ലോറ് പുതിയതല്ല സാറിന്. അതെ, ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇന്ദ്രചൂടൻ തിരിച്ചു വന്നിരിക്കുകയാണ്. ഓക്കെ സാർ, അന്നത്തെ ഓർമ്മകളൊന്നും നമ്മളോട് ഷെയർ ചെയ്യാം. അന്നത്തെ സൂപ്പർ സ്റ്റാറിന്റെ വളരെ വളരെ മധുരിക്കുന്ന ഓർമ്മകളാണ്. ശരത്തേട്ടൻ്റെ കൂടെയും നമ്മുടെ ജയേട്ടൻ്റെ കൂടെയുള്ള ആ ഒരു സൂപ്പർ സ്റ്റാർ വിത്ത് ഒരുപാട് നല്ല ഓർമ്മകൾ. എപ്പോഴും മ്യൂസിക്കിനെ കുറിച്ച് മാത്രം അതെ അതെ സംസാരിക്കുന്ന ഒരു ഫ്ലോർ. കുട്ടികളെ ഗ്രൂം ചെയ്തോണ്ടേ ഇരുന്നു അല്ലേ സാർ? അതെ, കുട്ടികളുടെ ഒരു അഡ്വക്കേറ്റ് എന്നുള്ളൊരു പ്രത്യേക പൊസിഷനായിരുന്നു അന്ന്. അതെ. അതിനുശേഷം ഇവിടെ വന്ന് നിൽക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. എസ്പെഷ്യലി അവർ ബിലവഡ് ബ്രദേഴ്സ് ഓർക്കസ്ട്ര. എന്തോ ഒരു എന്താ പറയാ, വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വന്ന പോലെ ഒരു ഫീലിംഗ്. അതെ. ശരത് സാർ, എന്തോ നിങ്ങൾ ഒന്നിച്ച് എത്ര പടങ്ങളാണ് വർക്ക് ചെയ്തിട്ടുള്ളത്? പിന്നെ ശ്രീരാം, നമ്മൾ ചെന്നൈ അല്ലേ? അപ്പോൾ നമ്മൾ അവിടെ ചെന്നൈയിൽ മിക്കവാറും ഞങ്ങൾ കണ്ട് ഈ സംഗീതത്തിനെ പറ്റി അല്ലാത്തൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ പറയും. അപ്പോൾ അത് കാര്യം എല്ലാ ഇൻസ്ട്രുമെൻസും എല്ലാം അത് ഇപ്പം ശ്രീറാം അത് വായിക്കുന്ന പോലെ വേറെ ആർക്കും വായിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ജ്ഞാനസ്ഥനാണ്. പിന്നെ അസാധ്യമായിട്ട് പാടും. അത് ചുമ്മാ കൂളായിട്ട് നിന്ന് പാടും. അപ്പോൾ എനിക്ക് തന്നെ നമ്മുടെ റിപ്പോർട്ടർ എന്നുള്ള ഫിലിമിൽ വാർമതി എന്നൊരു പാട്ട്, അത് ശ്രീറാം അല്ലാതെ വേറെ ആരും അത് പാടിയിട്ടുമില്ല. അപ്പോൾ അതുപോലെ തന്നെ തത്സമയം ഒരു പെൺകുട്ടിയിൽ ഓ തിങ്കൾ പക്ഷി, അതും ബ്യൂട്ടിഫുൾ ആയിട്ട്, അത് ശ്രീറാമിൻ്റെ റേഞ്ചിന് പറ്റിയ ഒരു പാട്ടാണ് വെച്ച് കയറി പാടി തന്നിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് കുറേ സന്തോഷം ശ്രീറാമൻ, വളരെ സന്തോഷമുണ്ട്. അത് മാത്രമല്ല, ഒരു കാര്യം കൂടി എനിക്ക് പറയാൻ ആഗ്രഹിക്കണം. അതായത് ശരത്തേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പെട്ടെന്നൊരു പേടി തോന്നുന്ന എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എൻ്റെ ലൈഫിൽ ഇത്രയും സിമ്പിളായിട്ട് നമ്മൾ സ്റ്റുഡിയോയിൽ കയറി പാട്ട് പാടാനാണെങ്കിലും ശരി, സെഷനിൽ ഫ്ലൂട്ട് വായിക്കാനാണെങ്കിലും ശരി, അതിന് മുമ്പ് കുറച്ച് പേടിയുണ്ടാവും. പക്ഷേ ആ സ്റ്റുഡിയോക്കകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് വളരെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ അത് പറഞ്ഞു തന്ന് ഒരു എന്താ പറയുക, ഒരു LKG ലെസൺ പോലെ അത്രയും സുലഭമായിട്ട് കാര്യങ്ങൾ നീക്കുന്ന ഒരു ബ്രില്യൻറ്റ് മ്യൂസിക് ഡയറക്ടറാണ്. അതായത് കോംപ്ലിക്കേറ്റ് ചെയ്ത് ഒരു മ്യൂസിക് ഉണ്ടാക്കാൻ എളുപ്പമാണ്, പക്ഷെ അതിനെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാനാണ് ഏറ്റവും കഷ്ടം. അതിൽ ശരത്തണ്ണാച്ചി ദി ബെസ്റ്റ്. ആൻഡ് അത് മാത്രമല്ല, അത് റെക്കോർഡ് ചെയ്ത് നമ്മൾ കേൾക്കുമ്പോൾ ഒരു സുഖം, അത് കൂടെ ഐ ആം സോ ലക്കി, സോ പ്രിവിലേജ്ഡ് എന്ന് വേണം പറയാൻ. ഇങ്ങനെയുള്ളൊരു മ്യൂസീഷ്യൻ്റെ കൂടെ നമുക്ക് തൊട്ടടുത്ത് വർക്ക് ചെയ്യാനും പറ്റുന്ന ഒരു സാഹചര്യം. എസ്പെഷ്യലി എനിക്ക് പാട്ട് പാടാൻ കൂടെ ഞാൻ അത്ര ഒരു ഇതായിട്ട് പറയില്ല. ഫ്ലൂട്ട് വായിക്കാൻ വൺ അമംഗ് ദ ടഫസ്റ്റ് മ്യൂസിക് ഡയറക്ടറാണ് എൻ്റെ അറിവിൽ. കാരണം അദ്ദേഹം പാടി വെക്കും, ആ പാടി വെക്കുന്നത് അതുപോലെ നമ്മൾ വായിക്കണം. അപ്പോൾ ഫ്ലൂട്ടിൽ മിക്കവാറും ഇതൊക്കെ ബെൻഡായി പോവും സംടൈം. ഇത് മറ്റേ ബാമ്പു ഒക്കെ ബെൻഡായി. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സിംഗിങ് ഫ്ലൂട്ട് എന്ന് പറഞ്ഞിട്ട് ഫ്ലൂട്ട് തന്നെ റെഡിയാക്കി. കാരണം അത്രയും മാറ്റി വായിക്കും. മാത്രമല്ല, വൺ അമംഗ് ദ ബ്രില്യൻറ്റ് ഫ്ലോട്ടിസ്റ്റ് ഫ്രണ്ട് ആൻഡ് ബ്രദർ മിസ്റ്റർ കമലാകർ, ഹി യൂസ് ടു പ്ലേ എ ലോട്ട്. അപ്പോൾ അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള മ്യൂസീഷ്യൻസിനെ വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ഒരു കഴിവ്, അതൊക്കെ പറഞ്ഞാൽ തീരില്ല അണ്ണൻ്റെ വൈഭവങ്ങളെ കുറിച്ച്. ബട്ട് അതിനേക്കാൾ വളരെ ലൈറ്ററായിട്ട് എടുക്കും. ഇപ്പം എനിക്കൊരു മറ്റേ ബലം പിടിക്കലൊന്നുമില്ല. താങ്ക് യു സോ മച്ച്. ഈ ഒരു ഫ്ലോറിൽ ഒരു എന്താ പറയുക, നല്ല സംഗീതം പൊഴിക്കുന്ന ഒരുപാട് മിടുക്കന്മാരും മിടുക്കികളും ഇവിടെ ഉണ്ട്. അവർക്കൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയട്ടെ. ഞങ്ങളും അവരുടെ കൂടെ ആസ്വദിക്കാൻ റെഡിയാണ്. മഞ്ജരി ചേച്ചി. ശ്രീറാം സർ, നമസ്കാരം. ഒരുപാട് സന്തോഷം സാറിന് ഇന്ന് ഇവിടെ കാണുമ്പോൾ.
ഞാൻ സാറിനോടൊപ്പം പല വേദികളിൽ പാടിയിട്ടുണ്ട്. പിന്നെ സാറ് പാടുന്നത് കേട്ടിട്ടുമുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒരു ഹീസ് എ ലെജൻഡ്. കാരണം ഒരുപാട് സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നു. വാദ്യോപകരണങ്ങളായാലും സംഗീതമായാലും അത്രയും ലെജൻഡറി ആയിട്ടുള്ള ഒരാളെ ഇവിടെ ഇന്ന് സൂപ്പർ സ്റ്റാറിൽ കൊണ്ടുവന്നതിൽ ഞാൻ ശരിക്കും സൂപ്പർ സ്റ്റാറിനോട് നന്ദി പറയാണ്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, അഡ്മയർ ചെയ്യുന്ന ഒരു മ്യൂസിഷ്യൻ കൂടിയാണ് ശ്രീറാം സർ. അപ്പം അദ്ദേഹത്തോടൊപ്പം ഇന്ന് ഒരുപാട് സമയം നമുക്ക് ചെലവഴിക്കാം. നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് പഠിക്കാനും പറഞ്ഞു കൊടുക്കാനും ഇവിടെ നമ്മുടെ ശ്രീറാം സാർ ഉണ്ടാവും. താങ്ക് യു സർ. താങ്ക് യു. മഞ്ജരിയുടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ മെസ്സേജ് വരും. അതെ, ആ രാഗത്തില് കുറച്ചൊന്ന് സ്വരം പാടി തരൂ, അങ്ങനെയുള്ള ചില ഇടിമിന്നൽ പോലത്തെ മെസ്സേജ് ഒക്കെ. അതെ, ചില ടഫായിട്ടുള്ള രാഗങ്ങളുണ്ട്. അപ്പൊ എനിക്കത് സാറിന്റെ അടുത്ത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ സാറിന്റെ അടുത്ത് ഇങ്ങനെ അങ്ങനെ ചില സമയത്ത് നമ്മൾ സംസാരിച്ച് പോവാറുണ്ട് രാഗങ്ങളെ പറ്റിയൊക്കെ. ആവുന്ന രീതിയിൽ ഞാൻ ആൻസർ ചെയ്യും. ഓസ്കാർ അവാർഡ് പിന്നെ റഹ്മാൻ പാടിയതൊക്കെ പറ, അതൊക്കെ നമ്മൾ സാറിന്റെ കൂടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് കുറെ സോങ്സ് ഉണ്ട്. ഞാൻ തിരുപ്പാച്ചി അരുവാള തീട്ടിക്കിട്ട് വാടാ വാടാ, ആ സോങ് ആണ് എൻട്രി. അപ്പോ അത് കഴിഞ്ഞിട്ട് അത് പടയപ്പാല് വെട്രിക്കൊടി കിട്ട്. ദെൻ ചെയ്യ ഓസ്കാർ അവാർഡ് വിൻ ചെയ്ത മൂവിയിൽ പാടിയത് വന്നിട്ട് അത് പാടണമെങ്കിൽ കൂടെ കുറെ മെഷീനൊക്കെ മറ്റേ ICU പോലത്തെ കുറെ സാധനങ്ങൾ എടുക്കണം. അത് ദാറ്റ് വാസ് ലിക്വിഡ് ഡാൻസ് എന്ന് പറഞ്ഞൊരു പാട്ടായിരുന്നു. അതിനകത്ത് ഒരു ജതി പോർഷൻ പോലെ വരും. അത് തട്ടിക്കെട്ടതീം തട്ടിക്കെട്ടതീം അതായിരുന്നു ആ പോർഷൻ. അത് ഫുള്ളായിട്ട് റഹ്മാൻ സാർ അതിനകത്ത് എന്തൊക്കെയൊക്കെയോ മറ്റേ എന്താ പറയാ വോക്കോഡറൊക്കെ അന്നത്തെ അവൈലബിൾ ഗംഭീരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് സോങ് വാസ് കുറച്ച് ടെക്നിക്കലി മെഷീനൊക്കെ വെച്ച് ചെയ്യേണ്ട പാട്ടായിരുന്നു. മെഷീൻ എടുക്കാൻ മറന്നുപോയി. അതുപോലെ കുറെ ശ്രീറാം സർ നമ്മുടെ പടയപ്പാല് തന്നെ മിൻസാരപ്പൂവേ അതിലെ ജതി സാറല്ലേ പറഞ്ഞത്? ജതി പറയാൻ വേണ്ടിട്ട് മാത്രമായിട്ടൊരു തൊഴിലുറപ്പ് പദ്ധതിയിൽ ഞാനൊരു അംഗമായിരുന്നു അവിടെ. അത് കേട്ടിട്ടില്ലേ? ജതി സാറാണ് പറഞ്ഞത്. അത് മറ്റേ ആ സംഗമം മൂവിയിലൊക്കെ ഉണ്ടായിരുന്നു. ഇത് പറയുമ്പോ എനിക്ക് ഒരു കാര്യം കൂടി എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. അതായത് ഇതിൽ മൃദംഗം വായിച്ചിട്ടുള്ള ശരത്തണ്ണന്റെ ഒക്കെ വളരെ ക്ലോസ് ഫ്രണ്ടാണ് DA ശ്രീനിവാസ്. DA ശ്രീനിവാസ് അണ്ണനാണ് സത്യത്തില് എന്റെ എൻട്രിക്ക് കാരണമായത് ഇവിടെ റഹ്മാൻ സാറിന്റെ സ്റ്റുഡിയോയില്. കാരണം ബേബിയാണ് ആദ്യം വിളിച്ചത് എൻ്റെ വൈഫിന് അവിടെ പാടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ മറ്റേ ഡ്രൈവറായിട്ട് പോയതായിരുന്നു കൂടെ. അപ്പൊ ഈ ഡ്രൈവറായിട്ട് പോയതിന്റെ ഒരു ഗുണം കിട്ടിയ എന്താണെന്ന് വെച്ചാൽ സാധാരണ ഈ കർണാട്ടിക് മ്യൂസീഷ്യൻസിന് വന്നിട്ട് പെട്ടെന്ന് ഈ ഒരു 4 ബാർ പാടുങ്ങമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല, അവർ താളവട്ടത്തിലൊക്കെ പറയണം. അപ്പൊ ബേബിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോ അവൾക്ക് ഭയങ്കര ടെൻഷനായി എന്താണെന്നുള്ള. അപ്പൊ തക്ഷക് എന്നുള്ളൊരു മൂവി ആയിരുന്നു. അതിൽ ആ തോം അപ്പോ ഞാൻ പറഞ്ഞു സാർ ഇഫ് യു ഡോണ്ട് മൈൻഡ് ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാം, കാരണം എൻ്റെ മനസ്സിനകത്ത് എങ്ങനെയെങ്കിലും ഒന്ന് പാടി കിട്ടണമെന്നായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് അത് സംഭവം നമ്മൾ പറയാമല്ലോ, ചില സ്ഥലങ്ങളിൽ ചില ബൗണ്ടറി അല്ലാത്ത സ്ഥലങ്ങളിൽ ഒരു പൂച്ച പോയി ചെന്ന് കഴിഞ്ഞാൽ ആ പൂച്ച അങ്ങനെ നോക്കും, ആ പാടെ പ്രശ്നം. അതുപോലെ ബേബിക്ക് ആ സ്റ്റുഡിയോ എൻവിറോൺമെന്റ് കുറച്ച് പ്രശ്നമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ നോക്കണ്ട, നമുക്ക് സിമ്പിൾ ഞാൻ പറഞ്ഞു കൊടുക്കാന്നുണ്ട്. നിങ്ങൾ പാടുമോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. കുറച്ച് പാടും സാർ. അപ്പം അങ്ങനെയാണ് സ്റ്റുഡിയോയിൽ ഞാൻ അയാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ റഹ്മാൻ സാർ പറഞ്ഞു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ കൂടെ കുറച്ച് സ്വരം എടുക്കാം ഞാൻ, ഇഫ് യു ഡോണ്ട് മൈൻഡ് എന്ന് പറഞ്ഞ് വളരെ എന്താ പറയുക വളരെ സന്തോഷത്തോടു കൂടി പുള്ളി പറഞ്ഞു. ഞാനും കുറച്ച് പാടി, എന്തൊക്കെയൊക്കെയോ പാടി. അത് റെക്കോർഡായി. എന്നിട്ട് പറഞ്ഞു പോകുമ്പോൾ സ്വാമിജിയുടെ അടുത്ത് നമ്പർ കൊടുത്തിട്ട് പോകാൻ പറഞ്ഞു. ദാറ്റ് വാസ് ദ എൻട്രി. ഓക്കെ, അപ്പോൾ സർ ഇനിയും സാറിന്റെ മ്യൂസിക് ജേർണിയിലെ ഒരുപാട് സ്റ്റോറീസ് നമുക്ക് എല്ലാവർക്കും കേൾക്കണം. അപ്പൊ എന്തായാലും സാറിന്റെ സീറ്റ്സ് അവിടെയുണ്ട്. ഇനി ഒന്നിച്ചുള്ള പാട്ടുകളും ശരത് സാറും ശ്രീറാം സാറും മഞ്ജരി ചേച്ചിയെ കൂടെ നമ്മളിന്ന് തകർക്കും. ഓക്കെ, കുട്ടികൾക്ക് പാടാൻ സമയം കാണത്തില്ല.